ഹായ് മകളെ, റീനീറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള അവസാന പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മൊഡ്യൂളായിട്ട് നിങ്ങൾ ഇപ്പം ലൈവ് പലരും കാണുന്നുണ്ടാവും, അത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി ഒരു റൗണ്ടും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്ലാൻ നിങ്ങൾക്ക് തരുന്നത്. നമുക്കറിയാം റീനീറ്റ് എക്സാമിനേഷനെ പറ്റി നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്നതിൽ കാര്യമില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ സിലബസ് നിങ്ങൾക്ക് NCERT ന്യൂമറിക്കൽ ഉൾപ്പെടെ എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 8 മൊഡ്യൂൾസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. മൊത്തം 8 മൊഡ്യൂൾസ് ആയിരിക്കും ഉണ്ടാകുക. റെഡി? 8 മൊഡ്യൂൾ. ഡേ 1 എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ 1 നമ്മൾ മൊഡ്യൂൾ 1 ക്ലാസ് ആയിരിക്കും. ഓക്കെ, മൊഡ്യൂൾ 1 ക്ലാസ് ഒരു ചാപ്റ്ററിന് 1 മണിക്കൂറായിരിക്കും. NCERT ന്യൂമറിക്കൽസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്ലസ് ഇമ്പോർട്ടന്റ് മീൻസ് ഈ പറയുന്ന നമ്മൾ തിയറി പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡേ 2 നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ എക്സാം എല്ലാവർക്കും എഴുതാം, ആർക്ക് വേണേലും വന്ന് എഴുതാം. ഈ മൊഡ്യൂൾ 1, ആ മൊഡ്യൂൾ 1ന്റെ എക്സാം നടക്കും. ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ 1 ഒരു 10ഓളം പാഠമായിരിക്കും ഉണ്ടാകുക. അതിന്റെ എക്സാം ആയിരിക്കും ഓഫ്ലൈനിലായിട്ട് നിങ്ങൾക്ക് നടക്കുക. അത് ഓൺലൈനിൽ തരാൻ വേണ്ടി നമ്മൾ പറയും. അത് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം വരാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്ററിന്റെ ആ ക്ലാസ്സിൽ കിട്ടിയ ക്വസ്റ്റ്യൻ കൂടാണ്ട് ഒരു 180 ചോദ്യം കൂടെ കിട്ടും, നീറ്റ് പാറ്റേൺ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഓഫ്ലൈൻ എക്സാം കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റും. ഡേ 3 എന്താന്ന് ചോദിച്ചാൽ മൊഡ്യൂൾ 2 ആണ്. അടുത്ത മൊഡ്യൂൾ വരും. ആ മൊഡ്യൂളിനൊക്കെ ഈ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഞാൻ സെലക്ട് ചെയ്തില്ല. ഞാൻ അത് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് സെലക്ട് ചെയ്താണ്. ആ സെലക്ട് ചെയ്തതിനും കാരണമുണ്ട്. എങ്ങനെയാണ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഉണ്ടാക്കിയെന്നുള്ള കാരണമുണ്ട്. അതെന്താന്ന് ഇപ്പൊ പറയാം. ഇനി ഡേ 4 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം ഉണ്ട് 150-ന്. പക്ഷെ അതിൽ മൊഡ്യൂൾ 1 ഉണ്ടാവും, മൊഡ്യൂൾ 2 ഉണ്ടാവും. കാര്യം നമുക്കിനി ക്യുമുലേറ്റീവ് ആയിട്ട് എക്സാം എഴുതി പോയാലേ അവസാനം എത്തുമ്പോൾ ഫുൾ മോഡൽ ആവാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചാൽ ഒരു റൗണ്ട് റിവൈസ് ചെയ്യാനുള്ള ഒരു 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 വഴിയാണിതെന്ന് പറയും. പിന്നെ മാത്രമല്ല, ഇതിന്റെ ഈ എക്സാം ഉള്ള ദിവസങ്ങളിൽ ഫുൾ മോഡൽസ് അല്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ മോഡൽസ് തന്നെ എഴുതണം. ഫുൾ മോഡൽസ് മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു GIB സീരീസ് നടക്കുന്നുണ്ട്. അതിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പം ഞാൻ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യും. ഇത് അതല്ലാതെ ഒരു പ്ലാനാണ്. ഇപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു റൗണ്ടും കൂടെ ഫുൾ റിവൈസ് ചെയ്തിട്ട് എക്സാം എഴുതി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്ലാൻ വെച്ചിട്ട് കറക്റ്റ് 8 മൊഡ്യൂളാണ്, 16 ദിവസം കൊണ്ട് തീരും. പിന്നെ ഫുൾ മോഡൽസ് മാത്രമായിട്ട് അവസാനം നടത്തും. ഇത് കൂടാണ്ട് ഈ പ്ലാനിന് പാരലലായിട്ട് ഫുൾ മോഡൽസ് എക്സാംസ് മാത്രം, ഇപ്പൊ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് റിപ്പീറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എക്സാം മാത്രം മതിയെങ്കിൽ 6-ാം തീയതി മുതൽ നമ്മൾ ഓഫ്ലൈൻ എക്സാംസ് മാത്രം കണ്ടക്ട് ചെയ്യും. ഈ ക്ലാസ് നടക്കുന്ന ദിവസം ഇല്ലേ, അപ്പൊ പാരലി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈവനിങ്ങിൽ വേണമെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയത്തായിരിക്കും ആ ഫുൾ മോഡൽസ് ഉണ്ടാവും. ആ ഫുൾ മോഡൽസ് നിങ്ങൾക്ക് പോയി എഴുതാൻ വേണമെങ്കിൽ. അപ്പൊ ഫുൾ മോഡൽസ് വേറെ പാരലലി നടക്കും. ഇത് വേറൊരു പ്ലാനാണ്. എൻറ്റയർ സിലബസ് ഇപ്പം +2 വിദ്യാർത്ഥി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടുന്നില്ല, എവിടുന്ന് ട്രാക്ക് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്ലാനാണ്, ഒരു പെർഫെക്റ്റ് പ്ലാനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ മൊഡ്യൂൾ 1 + മൊഡ്യൂൾ 2, അടുത്ത മൊഡ്യൂൾ 3 വരും. അടുത്തതിനകത്ത് എക്സാം എങ്ങനെയാണ് മൊഡ്യൂൾ 1 + മൊഡ്യൂൾ 2 + മൊഡ്യൂൾ 3 വരും. അടുത്ത അവസാനം മൊഡ്യൂൾ 1 to 8 വരെയായിരിക്കും ലാസ്റ്റ് എക്സാമിനകത്ത് വരിക. എങ്ങനെയാണ് ഞാൻ മൊഡ്യൂൾ സെലക്ട് ചെയ്തതെന്നുള്ളതാണ് ഞാനൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയായിരിക്കും മൊഡ്യൂൾസ് ഇതിൽ വരിക. മൊഡ്യൂൾസ് സെലക്ട് ചെയ്തതിന്റെ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ആണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, മീൻസ് ഏറ്റവും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൊഡ്യൂൾ 2 ആയിരിക്കും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൊഡ്യൂൾ 3 ആയിരിക്കും പിന്നെ എല്ലാ എക്സാമിലും മൊഡ്യൂൾ 1 ഉണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും ഹൈ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 1 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓർഗാനിക് ആയിരിക്കും കെമിസ്ട്രിയിൽ. ഇനി ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് മോഡേൺ ഫിസിക്സും ഇലക്ട്രോണിക്സും. അതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു സ്ഥലം. അതായിരിക്കും നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത്. ഒരു ചാപ്റ്റർ ഓർഡറിനെ അപ്പുറത്തേക്ക് ഏറ്റവും വെയിറ്റേജ് കൂടിയ പാഠങ്ങൾ ആദ്യം ഇടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്കും വെയിറ്റേജ് എല്ലാം സെയിം തന്നെയാണല്ലോ. ഫിസിക്കലാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഓർഗാനിക്കിലേക്ക് പോയിട്ടുള്ളത്. വൈ ഫിസിക്കൽ മീൻസ് വേറെ ഒന്നുമല്ല, എല്ലാത്തിനും 15 വെച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്ഥലം തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുവോളജി ആണെങ്കിൽ അങ്ങനെ തന്നെ എന്താണ് ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ വരിക. മറ്റടുത്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കണ്ടെത്തി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ആ വെയിറ്റേജ് അനുസരിച്ച് തന്നെയാണ്. ഫിസിക്സ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഈ പറയുന്ന പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ടുമാണ് പിന്നെ വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ളത്. അത് തന്നെയാണ് ഓർഡറിൽ വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒപ്റ്റിക്സ് ആണ് വരിക, മീൻസ് മൊഡ്യൂൾ 4. അപ്പൊ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ആദ്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. കാര്യം +2 വെയിറ്റേജ് കൂടുതൽ വരുന്നത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് മൊഡ്യൂൾസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾസ് ഓർഡറിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ
മാർക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായി അത് കഴിഞ്ഞാൽ ഓർഗാനിക്കിലേക്ക് പോകുന്നു, ലാസ്റ്റ് ഇൻഓർഗാനിക് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഒരു അഡീഷണൽ ഡേ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാപ്റ്റേഴ്സിന് വേണ്ടി. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് അവിടെ ഇടാൻ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ തീരില്ല, കാര്യം കെമിസ്ട്രിയേക്കാൾ കൂടുതൽ ഫിസിക്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ഡേ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാര്യം അത് ലോ വെയിറ്റേജ് മീൻസ് അതെല്ലാം ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തായാലും ഡയമെൻഷൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ എറർ ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയാണ് എക്സാം വരുന്നത്. എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ എക്സാം ആണ്. അതിന്റെ ലിങ്ക് താഴെയുണ്ട്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണം നേരത്തെ തന്നെ. ആർക്കും എഴുതാം, ഫ്രീ ഫോർ ഓൾ. ഇതിന് പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ല, എല്ലാവർക്കും ഫ്രീ ആണിത്. ഇത് യൂട്യൂബിൽ തന്നെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിന് പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഓരോ പ്ലാൻ തുടങ്ങി ആ പ്ലാൻ തീർത്ത് അടുത്ത പ്ലാൻ തുടങ്ങുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ആ പ്ലാന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ മൊഡ്യൂൾ 1, 1, 2, 1, 2, 3, 1, 2, 4, 1, 2, 5, 1, 2, 6, 1, 2, 7 അങ്ങനെ എന്ത് ചെയ്യും, ഫുൾ മോക്ക് 17-നും 18-നും നടക്കും. ബാക്കി പ്രീനീറ്റ് ഫുൾ മോക്ക് നടന്നുകൊണ്ടേയിരിക്കും. റെഡിയല്ലേ? അപ്പൊ ഇതാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫുൾ മോക്ക് നമ്മൾ എന്ത് ചെയ്യും, നടത്തിക്കൊണ്ടിരിക്കും. ടിൽ നീറ്റ് 2026 എക്സാമിനേഷൻ വരെ ഫുൾ മോക്ക് നടത്തിക്കൊണ്ടിരിക്കും. എക്സാമിനേഷൻ 2 മുതൽ 5 വരെയാണ്, ആർക്കും എഴുതാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഇത് മൊഡ്യൂൾ വൈസ് എക്സാംസ് ആണ്. പിന്നെ ഫുൾ മോക്കിലേക്ക് ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. ഇത് കൂടാണ്ട് 6-ാം തീയതി, അടുത്ത 6 കഴിഞ്ഞാൽ 8-ാം തീയതി ഇങ്ങനെ ഏത് നടക്കും, ഫുൾ മോക്ക് GIB വേറെയും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ മോക്ക് മാത്രം എഴുതേണ്ട ആളുകൾക്ക് അതും കിട്ടും, അതും ഫ്രീ ആണ്. ആക്ച്വലി ഇത് പൈസ വാങ്ങിച്ചിട്ടില്ല. റീനീറ്റ് എക്സാമിനേഷൻ എനിക്കറിയാം, നിങ്ങളെ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പൈസ ഉണ്ടാക്കാനോ ഒന്നും വേണ്ടി നമ്മൾ ശ്രമിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിങ്ങളുടെ കൂടെ അത്രയും എഫേർട്ട് ഇടാൻ വേണ്ടി റീനീറ്റ് അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ലൈവ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ അതിനകത്തൊരു കോഴ്സ് സെല് ചെയ്യാനോ ക്രാഷ് കോഴ്സ് ആയിട്ടോ ഒന്നും നടത്താനായില്ല. നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതക്ക രീതിയിൽ ഈ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം, നമ്മൾ നിങ്ങളോടൊപ്പം നിൽക്കണം, ഒരുമിച്ച് നമുക്ക് നേരിടാം. ഇപ്പം ഇത് എക്സാം എഴുതുന്ന എല്ലാവർക്കും വന്നൊരു ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ആ ഇഷ്യൂ ആയിട്ട് തന്നെ അതിനെ കണ്ട് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള രീതിയിൽ മാത്രമേ നമുക്കിനി മുമ്പോട്ട് പോയാലേ ഇത് പോസിറ്റീവായിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഫിനിഷ് ചെയ്ത് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, ഇതിനെ നേരിടുകയാണ് വേണ്ടത്. അതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. താഴെ ലിങ്ക് ഉണ്ട് എക്സാമിന്റെ, നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ രജിസ്റ്റർ ചെയ്യുക ഓഫ്ലൈൻ ആയിട്ട്. കാര്യം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ അടിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം, അത് താഴെ ഉണ്ടാകും. GIBയുടെ രജിസ്ട്രേഷൻ വേറെ വരും, അതിന്റെ വീഡിയോ നിങ്ങൾക്ക് താഴെ കാണും. ഫുൾ മോഡൽസ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി. എന്തായാലും എക്സാംസ് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. അത് മൊഡ്യൂൾ എക്സാം ആയാലും GIB ആയാലും ഒരു പ്രശ്നവും വേണ്ട. പിന്നെ ലൈവ് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 2-ാം തീയതി കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കുന്നവരായാലും അത് എടുത്ത് വെച്ചിട്ട് ലൈവ് എന്ത് ചെയ്തോളൂ, കണ്ടോളൂ. കൂടുതൽ NCERT ലെവലിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അതിലൊരു സംശയവും വേണ്ട. നീറ്റ് അടിപൊളിയായിട്ട് നമുക്ക് നേരിടാൻ വേണ്ടി പറ്റും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.